അപകടത്തിലൊക്കെ പെട്ടാൽ ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും വിഷമത്തിലൊക്കെ പെട്ടാല് തൊള്ളയെ കൊള്ളാത്തതൊക്കെ നേർച്ചയാക്കും. നമ്മളെ നാട്ടിലുള്ള ചിലർക്ക് പതിവ്, ഉമ്മമാർക്കോ പലർക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നാല് പരിസരത്ത് ഏതെല്ലാം മഖ്ബറുണ്ട് മഖ്ബറയിലേക്കൊക്കെ നേർച്ചയാക്കും. ഫാത്തിഹയും യാസീനും മറ്റൊക്കെ ആണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഓതി തീർക്കാം. പക്ഷെ ആ രോഗത്തിന്റെ കടുപ്പം അനുസരിച്ച് വലിയ വലിയ സംഖ്യയും ആടും മാടും ഒക്കെ നേർച്ചയാക്കുമ്പോ അസുഖം കൊണ്ട് മാറിയാൽ അതിപ്പോ കൊടുക്കണം. നമ്മൾ അങ്ങനെ തീർത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. എന്നാ തൽക്കാലം കൊടുത്തേക്ക്, കൊടുക്കണല്ലേ? കൊടുക്കണം. ആകാവുന്നത് പറഞ്ഞാൽ മതി. പറ്റുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. നീയത്തൊന്നും വേണ്ട. ചിലർ കരുതിയിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ. നേർച്ചയാകാൻ പറഞ്ഞാ മതി. കരുതണോ? കരുതൊന്നും വേണ്ട. കരുതി നേടിയിട്ട് നേർച്ചയാവൂല. പറഞ്ഞാലോ നേർച്ചയാവും. ഞാൻ പറഞ്ഞപ്പോ മനസ്സിൽ കരുതിയിട്ടില്ല, കരുതണ്ട, പറഞ്ഞാ മതി. നേർച്ച എന്ന് പറഞ്ഞാൽ ലഫ്ള് കൊണ്ട്, വാക്കുകൊണ്ട് സംഭവിക്കുന്ന. മനസ്സിൽ ഇങ്ങനെ ഒരുപാട് കണക്കൂട്ടി വെച്ചു, നേർച്ചയാവൂല. അത് പുറത്തേക്ക് വന്നു, അങ്ങനെ എത്ര നേർച്ചയാക്കിയ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, നബി ഞാൻ ഇന്ന കാര്യം നേർച്ചയാക്കിയിട്ടുണ്ട്, എനിക്കത് ചെയ്യണ്ടേ? ജാഹിലിയ കാലത്തുള്ള നേർച്ചയാണ്. എന്താ നേർച്ച? ഉംറ ചെയ്യാൻ നേർച്ചയാക്കി. പോയി ഉംറ ചെയ്യും. നേർച്ചയാക്കിണ്ടല്ലേ, പോയി ഉംറ ചെയ്തു. നേർച്ചയാക്കി എന്ത്? കുട്ടിന്റെ അസുഖം മാറിയാൽ ഒരു ഉംറ അല്ല 10 ഉംറ. ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോ അതുകൊണ്ട് മതിയാവൂലേ? 10 ചെയ്യണോ? 10 കരുതിയാ മുമ്പ് പോയത്. പക്ഷെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്ക് അസുഖം ബാധിച്ചു. ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചുകൊണ്ട് വന്നു. എന്നാ പിന്നെ ഇനി അടുത്ത ഒരു ടിക്കറ്റ് കടിച്ചു പോണം. കഴിവനുസരിച്ച് പോണം. ഉടനെ തന്നെ പോണമെന്നില്ല, എന്നാലും ഉടനെ തന്നെ പോകാൻ കഴിയുമെങ്കിൽ വേഗം തന്നെ പോകണം. നേർച്ച വീട്ടിട്ടില്ലേ? അയാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ കൂട്ടും. അങ്ങനെയാണ്. അങ്ങനെ ഓരോ സംഗതിക്കും നേർച്ചയാക്കുമ്പോ നമുക്ക് വീട്ടാൻ പറ്റുന്ന നേർച്ചകൾ നേർച്ചയാക്കി അത് വീട്ടിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാം. ഘട്ടം ഘട്ടമായിട്ട് ഒരുക്കൂട്ടിയിരുന്ന് വേഗം വീട്ടുക.